ഹായ് ഹലോ ഇന്ന് നല്ലൊരു കടലക്കറിയുടെ റെസിപ്പി കാണാം കേട്ടോ. അതിനായിട്ട് ഒരു കപ്പ് കടല നമ്മൾ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല, 1/2 ടീസ്പൂണ് ഗരം മസാല എന്നിവ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്ലെയിം ഓൺ ആക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ വറുത്തെടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ നേരത്തെ കടല കുതിർക്കാൻ വെച്ചില്ല, അതിലത്തെ വെള്ളമൊക്കെ ഡ്രെയിൻ ആക്കിയിട്ട് നമ്മളൊരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത പൊടികളുണ്ടല്ലോ, മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു സവാള, അതുപോലെ തന്നെ ഒരു തക്കാളി, പിന്നെ 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകാണ്. ഇവയെല്ലാം ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പോളം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 4-5 വിസിൽ വരെ വേവിച്ചെടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. അങ്ങനെ കടല നല്ല വെന്ത് കിട്ടണം വരെ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കടലൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഒരു 3/4 കപ്പോളം കട്ടിയില്ലാത്ത തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം പിന്നെ അധികം നേരം നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിത് താളിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്ത് പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പത്തിനും ദോശക്കൊക്കെ പറ്റിയ നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. ഓക്കെ, ബൈ.